അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്രാമ്പികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയൊരു പ്രതീതി എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നുണ്ടാവും അല്ലേ? പഴയകാല മുസ്ലിം ജീവിതത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമാണ് സ്രാമ്പികൾ എന്ന് പറയുന്നത്. പഴയകാല ഗ്രാമീണവാസികൾക്ക് വേണ്ടി അവിടെ വസിക്കുന്നവർക്ക് നിസ്കാര സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്രാമ്പികൾ പഴയ കാലത്ത് ഏർപ്പെടുത്തിയിരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്രാമ്പികൾ കണ്ടുവരുന്നത് മലപ്പുറത്താണ്. അങ്ങനെ ഒരു സ്രാമ്പിയെ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങളും. ഇന്ന് ഞങ്ങളോടൊപ്പം സുഹൈൽ ഉസ്താദും അജ്മൽ ഉസ്താദുമാണുള്ളത്. ഈ യാത്രയിലേക്ക് നമ്മോടൊപ്പം നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. 300-ലധികം വർഷം പഴക്കമുള്ള പള്ളിയാണിത്. അത്ര പഴക്കമുള്ളതിനാൽ തന്നെ ആ പള്ളിയുടെ നിലനിൽപ്പിനു വേണ്ടിയാണ് പള്ളി തകരാറിലായ സമയത്ത് ഇവർ പുതുക്കി പണിതത്. നമ്മുടെ യാത്രയുടെ ഭാഗമായി നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അരീക്കോട് ദേശത്തിലെ താഴത്തങ്ങാടി എന്ന സുന്ദര പ്രദേശത്തിലെ ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയിലേക്കാണ്. ആ പള്ളിയുടെ വിശേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. പഴയ കാലത്തെ പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞ വാതിൽ കട്ടിലകൾ. ഇതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കയറുന്നത് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്കാണല്ലോ. അള്ളാഹുവിനോടുള്ള ബഹുമാനം എന്നോണം തലകുനിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറണമെന്നതിനാലാണ് പൂർവികരെല്ലാം ഇതുപോലെ വളരെ ഹൈറ്റ് കുറഞ്ഞ നിലയിൽ വാതിൽ കട്ടിലകൾ നിർമ്മിച്ചത്. ഇവിടുത്തെ പള്ളി നോക്കി നടത്തുന്ന ഉസ്താദ് പറഞ്ഞു തന്ന പ്രകാരം മുകളിലോട്ട്, അതായത് 2ാം നിലയിലേക്ക് പ്രവേശിക്കാനുള്ള കോണിപ്പടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയായിട്ടായിരുന്നു, ഇവിടുന്ന് താഴോട്ടായിരുന്നു. അതിനുള്ള തെളിവുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്, പലക വെച്ചടിച്ചതിൻ്റെ തെളിവുകൾ. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യക്കുറവ് കാരണം ആ കോണിപ്പടി ഇവിടുന്ന് എടുത്തു മാറ്റി തൽക്കാലം പുറത്തേക്കാണ് അത് മാറ്റിയിരിക്കുന്നത്. പുറത്തുനിന്ന് പ്രവേശിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. പഴയ കാലത്ത് ഉദു ചെയ്യാനുള്ള സ്ഥലം ഇവിടെയായിരുന്നു. വെട്ടുകല്ല് കൊണ്ടുണ്ടാക്കിയ ഹൗളായിരുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്നത്. ഉദു എടുത്ത് നേരെ പോകുന്ന വഴിയിലായിരുന്നു മുൻപ് ഇവിടെ പ്രവേശന കവാടം ഉണ്ടായിരുന്നത്. പിന്നീട് അകത്ത് നിസ്കരിക്കുന്നവർക്ക് ഒരു സ്വപ്പിന് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ കാണുന്ന ഈ പ്രവേശന കവാടത്തെ അടച്ചുകൊണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് വഴിയുണ്ടാക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടും ഈ പള്ളി മുഴുവനായും നിർമ്മിച്ചിട്ടുള്ളത് മുഴുവൻ മരങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് പള്ളിയുടെ നിലനിൽപ്പിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്നിവിടെ ടൈൽസുകളായി നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന ഈ ചുമരിന്റെ അടയാളം നമുക്കത് വ്യക്തമാക്കി തരുന്നു പണ്ട് കാലത്ത് പള്ളി മുഴുവനുമായിട്ടും മരമായിരുന്നു എന്നുള്ളത്. ഉസ്താദ് പറഞ്ഞ പ്രകാരം പഴയ കാലത്ത് ഇസ്ലാമിക നടപടികളൊക്കെ ചർച്ച ചെയ്തിരുന്നത് പള്ളിയുടെ ഈ പുറം ഭാഗത്ത് വെച്ചായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് പണിതതെന്നും ഉസ്താദ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ 2ാം നില കാലങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗം തകരാറിലായപ്പോൾ അതും പുതുക്കി പണിതിട്ടുണ്ട്. കൊണ്ടോട്ടിക്കും മഞ്ചേരിക്കുമിടയിലെ പ്രധാന കേന്ദ്രമായിരുന്നു അരീക്കോട്. അതിനാൽ തന്നെ ആ ഭാഗങ്ങളിൽ നിന്നും പഴയ കാലത്ത് മയ്യിത്തുകൾ മറമാടുന്നതിനായി ഇവിടെ വരുമായിരുന്നു എന്നും പറയപ്പെടുന്നു. പഴയ കാലത്ത് ഈ പള്ളിയുടെ മേൽക്കൂര വളരെ കൂർപ്പിച്ച രീതിയിലായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അത് തകരാറിലായപ്പോൾ അതിനെ ശരിപ്പെടുത്താനുള്ള ആളുകൾ, പൂർവികരായ ആളുകളെല്ലാം മരിച്ചു പോവുകയും പിൽക്കാലത്തുള്ളവർ അതിലേക്ക് കയറുവാനായിട്ട് പേടിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അതിൻ്റെ മുകൾ ഭാഗം ഇത്തരത്തിലേക്ക് മാറ്റിയത്. പഴയ കാലത്തെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ആത്മീയ പര്യവേശങ്ങളായിരുന്നു ഇത്തരം സ്രാമ്പികൾ. നമ്മൾ ഈ പള്ളി അന്വേഷിച്ചെടുത്ത് നമുക്കറിയാൻ കഴിഞ്ഞത് സാത്വികരായ ഒരുപാട് പൂർവികർ ഇവിടെ നിസ്കരിച്ച് പോയിട്ടുണ്ട് എന്നതാണ്. പുതിയ കാലത്തിനും ഇത്തരം പഴയ ഇസ്ലാമിക ആത്മീയ സാംസ്കാരിക പൈതൃകങ്ങളെ പഴമ ചോരാതെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ പിരിയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.